അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഡിസ്കഷൻ നമ്മളിപ്പോൾ തുടരുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശീലങ്ങളെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങളും നമ്മൾ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ശീലങ്ങളും ഉണ്ടാവും. ഏത് ശീലമാണെങ്കിലും അതിന് 4 സ്റ്റേജസ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുന്ന ഒരു ശീലം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഈ ഫോൺ എടുക്കാനൊരു തോന്നലുണ്ടാവും. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ശീലത്തിലേക്ക് അത് തുടങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത് പ്രേരിപ്പിക്കുന്ന കാര്യം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു തോന്നലുണ്ടാവും. മൂന്നാമത്തെ സ്റ്റേജ് നമ്മൾ ഈ ഫോൺ എടുത്ത് നോക്കുന്നു, അല്ലെങ്കിൽ ഏത് കാര്യമാണോ നമ്മൾ ആ കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും നാലാമത്തെ സ്റ്റേജ് ഈ കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു സന്തോഷം ആ ഒരു സമയത്ത് തോന്നും. പക്ഷേ ലോങ് ടേം ആയിട്ട് നോക്കുന്ന സമയത്ത് അത് നമ്മുടെ സമയത്തെ അപഹരിക്കും, പഠിക്കാനുള്ള കാര്യങ്ങൾ ലാഗ് വരും. അപ്പം അങ്ങനെ കൂടുതലായിട്ടുള്ള സ്ട്രെസ്സിലേക്കും ടെൻഷനിലേക്കും ഒക്കെ ആയിരിക്കും നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ നമ്മൾ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശീലത്തെ എങ്ങനെ ഹാക്ക് ചെയ്യാം എന്നുള്ളതിന് ഈ ഒരു 4 സ്റ്റേജസ് ഓർത്താൽ മതി. ഇപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുന്ന ഒരു ശീലം തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഇപ്പം ഇത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇടയ്ക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് ഫോൺ എടുത്ത് നോക്കാനായി തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ക്യൂ, അതായത് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യത്തെ കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഫോണിന്റെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കി വെക്കുക. ഇനി ഇടയ്ക്കിടയ്ക്ക് ജങ്ക് ഫുഡ് എടുത്ത് കഴിക്കുന്നതാണ് നിങ്ങളുടെ ശീലമെങ്കിൽ ഈ ജങ്ക് ഫുഡ് എല്ലാം നിങ്ങൾ കാണുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി വെക്കുക. പഠിക്കാനിരിക്കുന്ന സമയത്ത് കട്ടിൽ കയറി കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ ബെഡ്റൂമിലിരുന്ന് പഠിക്കുന്നത് ഒഴിവാക്കുക. അപ്പൊ നിങ്ങൾ ഈ ശീലത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ ആദ്യം തന്നെ മാറ്റി നിർത്തുക. രണ്ടാമത്തത്, ഈ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന തോന്നലുകളാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റുക എന്നുള്ളതാണ്. ഓരോ തവണ ഫോൺ എടുത്ത് നോക്കാൻ തോന്നുമ്പോഴും, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കാൻ തോന്നുമ്പോഴും, അതല്ലെങ്കിൽ കിടന്നുറങ്ങാൻ തോന്നുമ്പോഴും നമ്മൾ നമ്മുടെ ലോങ് ടേം ആയ ഗോൾസിനെ പറ്റി, നമ്മുടെ ടൈം ടേബിൾസിനെ പറ്റിയൊക്കെ ഓർത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ മൈൻഡ് സെറ്റിനെ മാറ്റിയാൽ തന്നെ നമുക്ക് നമ്മുടെ ശീലങ്ങളെ മാറ്റാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ്. ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ ശീലത്തിലേക്ക്, നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ശീലത്തിലേക്ക് വഴുതി വീഴുന്നത് കുറെ കൂടി ബുദ്ധിമുട്ടുള്ളതാക്കുക. ഇപ്പൊ ഫോൺ എടുത്ത് നോക്കുന്നതാണെങ്കിൽ ഫോണിന്റെ ലോക്ക് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലോക്ക് വെക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ആപ്പ് ബ്ലോക്കറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആപ്പ് ബ്ലോക്കറുകൾ ഉണ്ടെങ്കിൽ ഓരോ തവണയും നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കാനുള്ള ടെൻഡൻസി നമുക്ക് താനേ കുറയും. കാരണം ഓരോ തവണ എടുത്ത് നോക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അതേപോലെ ജങ്ക് ഫുഡ് എല്ലാം എടുത്ത് നമ്മളെ മുറിയിൽ പൂട്ടി വെക്കുക. അപ്പോൾ നമ്മൾ ആ ശീലത്തിലേക്ക് വഴുതി വീഴാനുള്ളത്, ആ വഴി എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാക്കുന്നോ അത്രത്തോളം നമുക്ക് ആ ശീലം മാറ്റാനായിട്ടും എളുപ്പമായിരിക്കും. ഇനി നാലാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ ഓരോ ചീത്ത ശീലങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ശീലങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്കുണ്ടാവുന്ന ആ ചെറിയ രീതിയിലുള്ള ഒരു സന്തോഷവും അങ്ങനത്തെ കാര്യങ്ങളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ചീത്ത ശീലങ്ങൾ, അതായത് നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ശീലങ്ങളെ പറ്റി നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിനോട് പറയാം. ഇപ്പോൾ ഞാൻ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ഇത്ര നേരമേ ഫോൺ ഉപയോഗിച്ചുള്ളൂ, അതിന് പകരം ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നമുക്കൊരു സുഹൃത്തുമായിട്ട് നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2-3 ദിവസം ഞാൻ ഫോണിൻ്റെ ഉപയോഗം ഈ ഒരു രീതിയിലേക്ക് ആക്കിയാൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചീത്ത ശീലത്തെ മാറ്റി നിർത്തിയാൽ എനിക്ക് ചെറിയൊരു റിവാർഡ് തരാം. അതായത് ഇപ്പം എനിക്ക് ഒരു നല്ല കപ്പ് ഓഫ് കോഫി, അതല്ലെങ്കിൽ ഒരു മിഠായി ഞാൻ എനിക്ക് തന്നെ വാങ്ങിത്തരാം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വയം റിവാർഡ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ നമുക്ക് നമ്മുടെ ബാഡ് ഹാബിറ്റ്സിനെ മാറ്റാനായിട്ട് പറ്റും. ഇനി അടുത്തത്, ബാഡ് ഹാബിറ്റ്സിന് പകരം നമുക്ക് എങ്ങനെ ഗുഡ് ഹാബിറ്റ്സ് തുടങ്ങാം എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള സജഷൻസും ബാക്കി കമൻസും അതേപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും ഇനി വേറെ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതുക.